ഇതുവരെ കഴിഞ്ഞില്ലേ? കുറെ നേരമായല്ലോ. കഴിഞ്ഞു മുതലാളി. ആ വായിക്കാം. To the district collector, being a respected citizen, a VIP, and a taxpayer of very high amount to the corporation, I would like to bring your kind attention and speedy positive action on the following matter. ഓഹോ. You are aware that the public tank known as Thitakulam at the 13th ward of the corporation has been in disuse for a long time. It is now an open latrine of our city. The dirty water has become a breeding ground for the mosquitoes, and the thick bushes around it are harboring thousands of venomous snakes and other dangerous animals. ഇവിടെ അയ്യടാ, അക്ഷരം അറിയാൻ മേലെങ്കിലും റൈറ്റർ എന്ന പേരും വെച്ച് ഞെളിയുന്നുണ്ടല്ലോ. അത് എന്റെ മിടുക്ക. ഓഹോ, അവൻ അത്രയ്ക്കായോ? നമ്മുടെ മുറ്റത്ത് കിടന്നാണേ കളി. നമസ്കാരം സാർ. ആ പെട്ടി ഇറക്ക. ആ കുരുത്തം കേട്ട ഹോണടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ വല്ലവരും ആയിരിക്കും. മക്കളെ വാടാ മക്കളെ. എന്താ മോളെ ഇത്രയും താമസിച്ചത്? നോക്കിയിരുന്ന് എന്റെ അച്ഛനെ കണ്ണു കഴിച്ചു. ഒന്നും പറയണ്ടമ്മേ, വഴി നീള പുലിവാല്. മുത്തച്ഛ ഞങ്ങളൊരു അങ്കിളിനെ പരിചയപ്പെട്ടു, വിശ്വനാഥൻ. ഓ, ആ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. വാ, നമുക്കകത്തു പോവാം. വാ മോനെ, വാ മോളെ. ഇതേത് വണ്ടിയാ ഇത്? നമ്മുടെ വണ്ടി അല്ലല്ലോ. നമ്മുടെ വണ്ടി വഴിക്ക് വെച്ച് തയ്യാറായി, അത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. നാളെയോ മറ്റന്നാളോ ഇവിടെ കൊണ്ടുതരും. ഇതാ കുട്ടിയോട് പറഞ്ഞില്ലേ, വിശ്വനാഥൻ, അയാളുടെ വണ്ടിയാ. സാർ, ഞാൻ പോട്ടെ. ഓക്കെ. മുതലാളി ഊഹിച്ച ആള് തന്നെയാണ്. വിശ്വൻ സാറിന്റെ മാനേജർ, ചന്തക്കാട് വിശ്വൻ സാറിന്റെ ഉമ്മർകുട്ടി. പോട്ടെ. വക്കീലേ, ആ വണ്ടി ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ഊഹിച്ച പോലെ തന്നെയാ. ആരുടെ? ആ ചന്തക്കാട് വിശ്വന്റെ. ആശുപത്രിയിൽ നിന്ന് ചാടി പോകുന്ന നിയമവിരുദ്ധമാണെങ്കിലും അയാൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അര ദിവസം ഞങ്ങൾ ആ വർക്ക്ഷോപ്പിന് മുമ്പിൽ കുടുങ്ങിപ്പോയനെ. ഒരു ടാക്സി പോലും കിട്ടാനില്ല സ്ഥലമാന്നേ. ആകെ ടയർഡ് ആയതുകൊണ്ടാ. ഇല്ലേല് അങ്ങരുടെ പോൾട്രി ഫാമൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്താണ്? കോഴി വളർത്തൽ കേന്ദ്രം. പറഞ്ഞതുപോലെ അളിയനെ കണ്ടില്ലല്ലോ. അവന്റെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചന്ദ്ര. രാഷ്ട്രീയം കളിച്ചു നടക്കുകയല്ലേ. വല്ലവരുടെയും കാര്യത്തിൽ ഓടുന്നതാണ് അവന്റെ പണി. അവന്റെ കൂട്ടുകാരന്മാരെ ആരാണ്ടിട്ട് ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ചെന്നോ, സൈക്കിളുകാരനെ മുട്ടിച്ചെന്നോ, അവന്റെ കാലൊടിഞ്ഞെന്നോ എന്തൊക്കെയോ പുലിവാലായിട്ട് സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ പോയിരിക്കുക. ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞതാ, എടാ വേണ്ട, കണ്ട സർക്കിളിന്റെ എസ്ഐയുടെ ഒക്കെ വീട്ടിൽ കയറി നിരങ്ങണ്ടാന്ന്. ചന്ദ്രൻ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞോ ചാർജ് എടുക്കല്ലേ. ഒരു നിസാര കേസിൽ നിന്ന് ഊരിക്കൊണ്ട് പോരാൻ ഇത്ര വലിയ പാടോ മറ്റോ ആണോ? കേക്കണ്ടേ? അതാ നല്ലത്. ഈ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതിലൊക്കെ ഞാൻ ഇടപെടുന്നത് എങ്ങനെയാ? അത് നേരാ. ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുത്തു പോരാ ഒരുത്തന്റെ കാലൊടിക്കേ. ഏയ് മോൻ ഇതൊന്നും ഇടപെടണ്ട, നാറിയ കേസാ. നമ്മൾ വെച്ച വെള്ളമൊക്കെ ഇങ്ങനെ വാങ്ങണമെന്നാ തോന്നുന്നേ. ഒരു ലൈസൻസിന്റെ കാര്യത്തിൽ പോലും ഇടപെടുന്ന പരുവത്തിലായിട്ടില്ല അവൻ. ബാംഗ്ലൂരിൽ നിന്ന് അവനെ കെട്ടി വലിച്ചോണ്ട് വന്നത് അബദ്ധമാകുമോ വക്കീലേ? തുടക്കത്തിലെ ശത്രുവിന്റെ കയ്യിലല്ലേ എന്ന് പെട്ടത്. വേലയിലിരുന്ന പാമ്പാകുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആയ കാലത്ത് സർക്കാർ എന്റെ ഇരട്ടി ശമ്പളവും നിന്ന് ഞാൻ നിങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതേ ഞൊട്ടാനല്ല. നിയമം അറിയാവുന്ന നിങ്ങൾക്ക് നിയമത്തിന്റെ പരിധി എവിടെയാണ്, വെട്ടിപ്പ് നടത്താനുള്ള സ്ഥലം എവിടെയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അതെനിക്ക് ഉപദേശിച്ചു തരാനാ നിങ്ങളെവിടെ ഇരുത്തിയിരിക്കുന്നത്. റൈറ്ററുടെ മരുമോൻ ഇവിടെ വന്ന് ചാർജ് എടുത്ത സ്ഥിതിക്ക് ഇനി ഞങ്ങളെപ്പോലുള്ളവരുടെ ആവശ്യം എന്താണെന്ന് ഇവിടത്തേക്ക് തോന്നിക്കൂടായില്ലല്ലോ. എന്റെ മരുമോൻ ചെക്കൻ സത്യസന്ധനാ. നിയമത്തിന്റെ വഴി വിട്ടാവും പോകത്തില്ല. നമ്മുടെ കള്ളക്കടത്തിനും സർക്കാരിനെ വെട്ടിക്കുന്ന പണിക്കും ചില്ലറ ഗുണ്ടായസത്തിനും ഒന്നും കൂട്ടു നിൽക്കുമെന്ന് വിചാരിച്ചല്ല അവനെവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഒതുക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്.
അത് നിയമത്തിൽ കൂടെ ഒതുക്കിയാലേ ഒതുങ്ങത്തുള്ളൂ. അതിനാ മുതലാളി കറ തീർത്തൊരു വാക്ക് ഇങ്ങോട്ട് പറ. ആ ചന്തക്കാട് വിശ്വന്റെയും ചത്തുപോയ അവന്റെ അപ്പന്റെയും ആ പീസ് ഞാൻ പൂട്ടിക്കും. തന്റെ ഗുണ്ടായുസൊന്നും അവന്റെ അടുക്ക നടക്കലിടും. ഇന്നലെ രാത്രി കുറെ ഇരുന്ന് ആലോചിച്ചു കേട്ടോ റൈറ്ററെ. നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ട് സെക്ഷൻ 21 പ്രകാരം ഒരു റിട്ട് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് വിശ്വനെ ഒതുക്കാം. അതെ, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ അവനെ ഒന്ന് അകത്താക്കി കിട്ടാമെങ്കിൽ നമ്മളോട് കൂറുള്ള പിള്ളേർ ഇപ്പോഴും സർവീസിലുണ്ട്. ഇടിച്ചവന്റെ പതപ്പ കലക്കിക്കൊള്ളും. അങ്ങനെ ഒന്നും കലങ്ങുന്ന പതപ്പ അല്ലടൂ അവന്റെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവനെ ഞാൻ ഒതുക്കിക്കോളാം. പയ്യെ തിന്നാ പനയും തിന്നാവല്ലോ. ആ വിശ്വന്റെ വളർച്ചയുടെ മുഴുവൻ അടിത്തറ എന്താണെന്നറിയാവോ? ചാരായം, കോഴി. കോഴി വളർത്തി ആരാടോ ഈ നാട്ടിൽ കായ ഉണ്ടാക്കിയിട്ടുള്ളത്? ആ കർണാടകക്കാരൻ വിക്ടറുമായിട്ടുള്ള ബന്ധമാ. കഴിഞ്ഞ ആഴ്ച അവന്മാര് തമ്മിലും തെറ്റി. ഞാനിത് രഹസ്യമായിട്ട് അറിഞ്ഞതാ. ഇവനെ ഇപ്പൊ കൊല്ലാൻ നടക്കാം അവര്. അവന്മാർക്ക് കൊല്ലാനൊന്നും എവനെ കിട്ടത്തില്ല. അത് നമ്മൾ ചെയ്തോളാം. വിശ്വം കൈവിട്ടുപോയ സ്ഥിതിക്ക് വിക്ടറിന് ഇപ്പൊ നമ്മളുമായിട്ടൊന്ന് ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സംഗതി ഇത്തിരി അപകടം പിടിച്ച സാധനമാ. കഞ്ചാവ് സത്തെന്നോ, മൂക്കിക്കൂടെ വലിച്ചിട്ട് വായിക്കൂടെ വിടുന്ന പൊടിയെന്നോ, മയക്കുമരുന്നെന്നോ എന്ത് വേണ്ടാലോ കായ് കിട്ടുന്ന സാധനമാ. അത് കുഴപ്പം കൂടാതെ ഇപ്പുറത്തെത്തിക്കുക, ഇവിടുന്ന് അതിനുള്ള സാധനങ്ങൾ അപ്പുറത്തെത്തിക്കുക, ഇവിടെ അത് വിതരണം ചെയ്യുക. അതിന്റെ തൊട്ട് നാട്ടുകാർ നിൽക്കാതെ എന്റെ വരിക. ഇതിനുള്ള വഴികൾ എന്താന്ന് വെച്ചാ എല്ലാവരോടും ഒന്ന് ആലോചിക്കും. നമ്മുടെ മുഖ്യൻ CKR ധീരതയോടെ നയിച്ചോളൂ. CKR സിന്ദാബാദ്, CKR സിന്ദാബാദ്, CKR സിന്ദാബാദ്, CKR. കർണാടക കേഡറിൽ നിന്നും സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം മിസ്റ്റർ ചന്ദ്രദാസിനെ ഈ നഗരത്തിൽ നിയമിച്ചതിന് പിന്നിൽ എന്റെ മന്ത്രിസഭയ്ക്കുള്ള താല്പര്യം എന്താണെന്ന് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. സാർ, അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ച് ഇതുവരെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തമുള്ള ഒരു സിവിൽ സർവന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ നിങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാ മിസ്റ്റർ ചന്ദ്രദാസ്? ഞാനിവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. സാർ, പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് തുടങ്ങി സ്വാതന്ത്ര്യസമര കാലഘട്ടം വരെ വ്യാവസായവും രാഷ്ട്രീയവുമായ നിരവധി മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം നിന്നതാണ് ഈ മഹാനഗരം. ഒട്ടേറെ ദേശീയ നേതാക്കളും ദേശീയ പ്രസ്ഥാനങ്ങളും സർവോപരി ജനങ്ങളും ധാർമ്മികമായി ആവേശം കൊണ്ട ഒരു ധർമ്മമണ്ഡലമായിരുന്നു ഈ ഭൂമി. പക്ഷെ ഇന്നിവിടം അങ്ങനെയല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഐജിക്കും കമ്മീഷനും കളക്ടർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു കളക്ടർ എന്ന നിലയ്ക്ക് ഈ നഗരത്തിലെ ആന്റി സോഷ്യൽസിനെയും അധോലോകത്തെയും നേരിടാൻ വ്യക്തമായ ഒരു കർമ്മരേഖ ഞാൻ തിരുവനന്തപുരത്ത് സമർപ്പിച്ചിരുന്നല്ലോ. ക്ഷമിക്കണം, പക്ഷെ അതെല്ലാം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ശാപം മൂലമാകാം. എന്റെ കുറിപ്പുകൾക്കൊരു മറുപടി തരാൻ പോലും നിർത്തണം. IAS കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനായിരുന്നു എന്ന് എനിക്കറിയാം. ഞങ്ങളതിന് പ്രതികാര നടപടിക്കൊന്നും മുതിർന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും നിങ്ങൾ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുന്നു, പെരുമാറുന്നു. സാർ, അത് നോ ലെറ്റ് മീ സ്പീക്ക്. ബ്യൂറോക്രസിയും പോലീസും തമ്മിൽ ഒരു മത്സരവേദി ആകരുത് ഈ നഗരം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്റെ നിയോജകമണ്ഡലം കൂടിയാ ഈ നഗരം. ഇവിടുത്തെ അധോലോകത്തിന്റെ തലവൻ, അതായത് ചാരായം, കള്ളക്കടത്ത്, ഗുണ്ടായുസ് എന്നിവയെല്ലാം ഇന്ന് നിയന്ത്രിക്കുന്നത് പ്രമുഖനായ ഒരു മുൻ പാർട്ടി പ്രവർത്തകനും ഞങ്ങൾക്കെല്ലാം ആരാധ്യനുമായിരുന്ന ഒരാളുടെ മകനായി പോയി എന്നുള്ളത് പാർട്ടിയെ അത്യധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുത്തേ പറ്റൂ. ജോർജ്, ചന്തക്കാട് വിശ്വൻ. ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമായിരുന്നു മരമാറ്റം, ഇയാളുടെ അച്ഛൻ. അക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാ. ഈ വിശ്വൻ അന്നേ തല്ലിപ്പൊളിയായിരുന്നു. മാഷ് ഇവനെ പ്രതി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കള്ളവാൻ, കൂലിത്തല്ല്, മോഷണം എന്ന് വേണ്ട, ഒരു ഗാന്ധിയന് തീരെ അഭിമാനിക്കാവുന്നതായിരുന്നില്ല
മകന്റെ പ്രവർത്തികൾ. അവന്റെ പരാക്രമങ്ങൾക്കൊക്കെ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഞാൻ അടക്കമുള്ളവരോട് അവൻ അത്ര രസത്തിലായിരുന്നില്ല. അങ്ങനെ ഒരു നാൾ കുമാരൻ മാസ്റ്റർ കൊല്ലപ്പെട്ടു. കൂടെ സാധാരണക്കാരായ പാവപ്പെട്ട 4 പാർട്ടി പ്രവർത്തകരും. രാഷ്ട്രീയ കൊലപാതകമായിരുന്നു? അല്ല, ഒരു ഫസ്റ്റ് ഡിഗ്രി മർഡർ. ഏത് നീതിപീഠത്തിന് മുമ്പിലും മാപ്പില്ലാത്ത പാതകം. ഏതോ അടിപിടി കേസിൽ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയണമെന്ന് വിശ്വനൊന്ന് പാർട്ടി ഓഫീസിൽ വന്ന് മാഷോട് പറഞ്ഞു. അദ്ദേഹം അവനെ ശാസിച്ചു, പുറത്താക്കി. അന്ന് രാത്രി ജയിലിൽ നിന്നും ഇറങ്ങിയ വിശ്വനാഥൻ പിന്നെങ്ങനെ ജനനേതാവായി? ഐ മീൻ, കുറെ ആളുകൾ അയാളുടെ പിന്നിലുണ്ടല്ലോ ഇപ്പോഴും. അതാണ് ഒരു ആവറേജ് മലയാളിയുടെ തലതിരിഞ്ഞ മനഃശാസ്ത്രം. ആദിശങ്കരൻ തോമസ് ലീഹായ്ക്കും ശ്രീനാരായണൻ മഹാത്മാഗാന്ധിക്കും എന്ന് വേണ്ട, അമ്മയെ തല്ലിയോനും അച്ഛനെ കൊന്നോനും വരെ അവർ ജയ പാടും. സർ, സ്വന്തം അച്ഛനെ കൊല ചെയ്യാനുള്ള അയാളുടെ മോട്ടിവേഷൻ എനിക്ക് അതിപ്പോഴും ക്ലിയർ അല്ല. മിസ്റ്റർ ചന്ദ്രദാസ്, ക്രൈംസിനെല്ലാം ജസ്റ്റിഫിക്കേഷനും റീസണും സിനിമയിലെ കാണും. വിശ്വനെ ചാടിക്കയറി അറസ്റ്റ് ചെയ്യാൻ വലിയ വിഷമമൊന്നുമില്ല. ബട്ട് ചാർജസ് മസ്റ്റ് ബി സ്ട്രോങ്. മാറരുത്, മാറ്റിക്കരുത്. സർ, അതൊന്ന് വേഗാവട്ടെ. അതിപ്പോ എഴുതണം. അതിപ്പോ എഴുതണ്ട. നിങ്ങൾ കളിച്ചോണ്ട് നിൽക്കാതെ ആ ലോറിയുടെ അടുത്ത് എനിക്ക് വേഗം വേണം. ചെല്ലേ ഒന്ന് വേഗാവട്ടെ, ഒന്ന് വേഗം എടുത്ത് ലോറി വെക്കണേ. ചെക്ക് പോസ്റ്റ്. അപ്പൊ CIക്ക് എല്ലാ അവന്മാരോടും ഇതെന്നെ വീതിച്ചെടുത്തോളം പറ. പുതിയ ആളായതുകൊണ്ടാ. പിന്നെ ഒട്ടക്കാൻ വന്ന നമ്മളും മഹാ വെടക്കാന്ന് പറ. അയാളും വിടക്കാണെന്ന് അയാൾ പറയുന്നത്. തെക്കങ്ങാണ്ട് അയാളിനു മുമ്പ് ഇരുന്നേ അവിടെ ഉള്ള പാവങ്ങളെ പേടിപ്പിച്ചെന്റെ ഹുങ്ക. അതാ മന്ത്രി അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഹുങ്ക. വടക്ക് വന്ന് കളിച്ചാ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കുന്നു പറഞ്ഞാരെ അവന്റെ മറ്റവനോട്. അല്ലേ വേണ്ട, ഞാനും വരാൻ കൂടെ ഇന്ന് ആ റൂട്ടിലേക്ക്. രൂപയ്ക്ക് വില അടിഞ്ഞെന്ന് വെച്ച് കൈക്കൂലി കൊടുക്കുന്നതിന് ലിമിറ്റ് ഇല്ലേ? ഹലോ, ഉമ്മ റൂട്ട് ഹിയർ. പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, ഐ ആം നാഗയ്യ സർ. ഗുഡ് ഈവനിങ്. An important information. Victor D'Souza is sent a load full of drugs to Kelurite. The tempo van will pass through your area around 1 AM. ആ നമ്പർ എന്ന് പറഞ്ഞ വണ്ടിയുടെ KRH 6120. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വിഷം. കുറഞ്ഞത് 50 ലക്ഷം രൂപയുടെ ചരക്കുണ്ടാവും. നന്നായി. ഒരു ഇലക്ഷന്റെ സ്മെല്ല് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാശിനൊക്കെ ഒരാൾ ആവശ്യം വരുന്നുണ്ട്. പടച്ചോൻ തരുന്നാണെന്ന് വിചാരിക്കാം. ദൈവം മയക്കുമരുന്ന് കൊടുത്ത് ആരെയും സഹായിക്കാറില്ല. വ്യാജവാറ്റുകാരന്റെ കീർവാണം. എന്നാലും ഇത്രയേറെ അഴുക്കുചാലിലൂടെ വരുന്ന പണം നമുക്ക് വേണ്ട മറുപടി. വേണമായിരുന്നെങ്കിൽ ഡിസൂസയുമായിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? എന്തായാലും ഡിസൂസ നമ്മളെ തോപ്പിക്കാൻ പറ്റിയ ആളെ തന്നെയാ കൂട്ടുപിടിച്ചിരിക്കുന്നത്. കേളൂറൈറ്റർ. ചന്ദ്രദാസിനൊരു പ്രത്യുപകാരം. ചന്തക്കാട് വിശ്വനെ പിടികിട്ടിയില്ലെങ്കിലും CMന്റെ മുമ്പിൽ നമ്മുടെ ചങ്ങാതിക്കൊന്നും തല ഉയർത്തട്ടെ. പക്ഷേ റൈറ്ററുടെ വാരഫലം മോശം. ധനനഷ്ടം, മാനഹാനി, സ്വജനങ്ങൾ എതിരാകും.